പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എവിടെയാണ് ഈ പൈസ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാറില്ല, എന്നിരുന്നാലും ഈ പൈസ എവിടെ പോകുന്നത് എന്ന് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. ഈ 3 ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മന്ത് എൻഡ് ആവുമ്പോഴുള്ള ഈ സ്ട്രഗിൾ നമുക്ക് ഒഴിവാക്കാം. എൻ്റെ പേര് അരോമ റോസ്റേജി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരുപാട് സ്വാഗതം. സിമ്പിളായിട്ട് ഒരു ട്രാക്കർ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൻ്റെ ട്രാക്കിംഗ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരുപാട് പല വീഡിയോസിൽ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കുറേ സെക്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നൊന്നുമല്ല, ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സലിൽ ഉള്ളൊരു ഷീറ്റാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു 30,000 മന്ത്ലി ഇൻകമുള്ള ഒരാളെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ട്രാക്കറിൽ നമ്മൾ നമ്പർ, ഐറ്റംസ്, അതുപോലെ തന്നെ അതിന് വേണ്ട എമൗണ്ട്, പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് നീഡ്സ് അല്ലെങ്കിൽ എന്താണ് വാണ്ട്സ് എന്നുള്ളത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പം നീഡ്സ് എന്താണ്? അതായത് നമ്മുടെ ഒരു മനുഷ്യന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഫോർ സർവൈവൽ ആൻഡ് വെൽബീയിങ്, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാണ്ട്സ് എന്താണെന്ന് വെച്ചാൽ അതൊരു ഡിസയറാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് അതെല്ലാം. അപ്പോൾ അതൊരു നിർബന്ധമായിട്ടുള്ളൊരു സാധനമല്ല വാണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ എത്ര റെൻറ്റ് അതെന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 6,000 ആണ് റെൻറ്റ്, അതൊരു നീഡാണ് എന്ന് പറഞ്ഞാൽ കറണ്ട്, വൈഫൈ ഇതൊക്കെ ഒരു നീഡിൽപ്പെട്ടൊരു സാധനങ്ങളാണ്. ഇപ്പോൾ ഗ്രോസറി ഇതും നീഡാണ്. പിന്നെ നമ്മളിവിടെ EMI ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ EMI ഒരു നീഡാവാം, വോണ്ടാവാം. അത് നിങ്ങളുടെ എന്താണ് റിക്വയർമെൻറ്റ്. നിങ്ങളിപ്പോൾ ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു കാർ അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ചെങ്കിൽ അതൊരു വോണ്ടാണ്, നീഡല്ല. അപ്പം അതെന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാണ്ട്സ് ആണ് നിങ്ങളുടെ ലിസ്റ്റിൽ കൂടുതലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അനാവശ്യമായും കുറേ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം എന്നുള്ളത് നോക്കി നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മാസം ഒരു 5, 6, 7 മൂവി കാണുന്ന ഒരാളാണെങ്കിൽ അതൊരു 3, 4 മൂവിയായിട്ട് തിയേറ്റർ മൂവീസായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ അവിടെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ അറിയാണ്ട് പൈസ പോകുന്ന ഒരു മെയിൻ ഏരിയ ആണ് UPI എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് തീരുന്നത് നിങ്ങൾക്ക് അറിയാം. അത് എപ്പോഴാണ് തീരുന്നത്, ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ UPIയുടെ കാര്യം അങ്ങനെയല്ല. കൃത്യമായ ഒരു ലിമിറ്റ് ഓഫ് യൂസേജ് നമുക്ക് അറിഞ്ഞിരിക്കണം UPIയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ ഈ സെക്കൻഡ് പോയിന്റ് വളരെ ഉപകാരപ്പെടുന്നത്. അപ്പോൾ മാസത്തിൻ്റെ അവസാനം മിച്ചമുള്ള പൈസ സേവ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി സേവിങ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവരിക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 10,000 റുപ്പീസ് സേവ് ചെയ്യണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 12,000 അല്ലെങ്കിൽ 13,000 റുപ്പീസ് നിങ്ങളുടെ എന്ന് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിലല്ലാണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. ഇനി വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതവിടെ ഇടരുത്. പകരം നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ വിശ്വാസമുള്ള, അത് മിസ്യൂസ് ചെയ്യത്തില്ല എന്ന് വിശ്വാസമുള്ള വേറെ ആരുടെയും ഒരു അക്കൗണ്ടിലേക്ക് ആ പൈസ മാറ്റുക. ഇനിയാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് മെയിൻ പോയിന്റ് എന്നല്ലേ? ആ പൈസ പോയതായിട്ട് കൺസിഡർ ചെയ്യുക. അത് നിങ്ങളുടെ പൈസ അല്ല, അതിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലല്ല, അതുകൊണ്ട് നിങ്ങളുടെ പൈസയല്ല. എന്തിനെങ്ങനെ ആലോചിക്കുന്നത്? അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, എൻ്റെ പൈസ അവിടെ കിടപ്പുണ്ട്, എനിക്കിത് വേണ്ടപ്പെടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോഴേ ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ആവുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ മിച്ചമുള്ള പൈസ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ മാസം മൊത്തം ചിലവെല്ലാം നടത്തും. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 2,000, 3,000 രൂപയില്ലേ, 12,000 അല്ല വെച്ചിരുന്നത്. അപ്പോൾ ആ 2,000 അല്ലെങ്കിൽ ആ 3,000 രൂപ എടുത്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളി സേവ് ചെയ്താൽ, അത് നിങ്ങളുടെ ആദ്യത്തെ സേവിങ്സ് ആണ്, നിങ്ങൾ സക്സസ്ഫുള്ളി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോണ്ട് ഫർഗെറ്റ് ടു റിവാർഡ് യുവർസെൽഫ്. ഈ മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഫിനാൻഷ്യൽ ലൈഫിൽ മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിനും ഒരുപാട് ഉപകാരമുള്ളൊരു പോയിന്റാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയും നിങ്ങളുടെ ചിന്തകളെ പറ്റിയും നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയും ബോധവാനായിട്ടിരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട്. സോ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് നമ്മളെ ഒരുപാട് എക്സ്ട്രാ സ്പെൻഡിങ്ങിൽ നിന്നും നമ്മളെ സേവ് ചെയ്യും. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നൊരു സാധനമാണ് ഇമ്പൾസ് ബൈയിങ്, അല്ലേ? എന്താ ഇമ്പൾസ് ബൈയിങ്?
നമ്മൾ വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു സെയിൽ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു, അപ്പം ചാടിക്കയറി വാങ്ങുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് ബൈയിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റാണ് ഈസ് ഓഫ് കൺവീനിയൻസ്. എന്താ? എളുപ്പം, മടിയാണ്, പുറത്തു പോയി എന്തെങ്കിലും ചെയ്യാൻ മടിയാണ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാണ്, അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈസ് ഓഫ് കൺവീനിയൻസ്. സോ നമുക്ക് ചുറ്റും ഒരുപാട് ആപ്പുകളുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇനി നിങ്ങൾ സിറ്റീസിലാണെങ്കിൽ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് നമ്മുടെ കൺവീനിയൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ളത്. പലപ്പോഴും നമ്മൾ അറിയാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു 10 രൂപയുടെ സാധനം വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരം ഒരു 100 രൂപയുടെ സാധനം മേടിച്ചുകൊണ്ട് വന്നു വരും. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങനത്തെ ആപ്പുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോർമലി എനിക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ആഡ് ടു കാർട്ട് ചെയ്ത് അവിടെ ഇട്ടേക്കും. എന്നിട്ട് ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഞാൻ പിന്നെ വന്നത് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വേണമെങ്കിൽ എന്നാൽ മാത്രമേ ഞാനത് വാങ്ങുള്ളൂ, അല്ലെങ്കിൽ ഞാനത് വാങ്ങത്തില്ല. അത് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഇമ്പൾസിൽ നമ്മൾ ചിലപ്പോൾ ആഡ് ചെയ്തിട്ടതായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നന്നായിട്ട് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. സോ ഈ 3 ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായും മന്ത് എൻഡിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു. ഫോർ മോർ സച്ച് കണ്ടന്റ്സ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഫോളോ. താങ്ക് യു.